ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വേലുത്തമ്പി ദളവയെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. ഇദ്ദേഹം ജനിക്കുന്നത് 1765 മെയ് 6 കന്യാകുമാരിയിൽ തലക്കുളത്താണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹം എന്തായിരുന്നു, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിട്ട് മാറുന്നുണ്ട്. അതിനു മുമ്പേ അദ്ദേഹം തലക്കുളം ദേശം കാര്യക്കാരൊക്കെ ആയിരുന്നു. അതായത് തലക്കുളം ദേശം കാര്യക്കാരായിരുന്നു ഈ ഒരു ദിവാനാവുന്നതിന് മുമ്പേ. ഇനി നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു തിരുവിതാംകൂറിലെ ഒരു പൗരപ്രമുഖന്മാരായിരുന്നു ആര്? ജയചന്ദ്രൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരൻ നാരായണൻ ചെട്ടി, മാത്തൂ തരകൻ എന്നിവർ. അപ്പം ഇവരെന്താണ്, നമ്മുടെ വേലുത്തമ്പി ദളവ ആ സമയത്ത് കാര്യക്കാരാണല്ലേ. അപ്പം ആ സമയത്ത് ഈ വേലുത്തമ്പി ദളവയോട് ഇങ്ങനെ എമൗണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു വലിയൊരു ഭാരിച്ചൊരു പൈസയൊക്കെ എന്താണ് കൊടുക്കാനൊക്കെ ഇവരോട് പറയുമായിരുന്നു. അപ്പം ഇതിനൊക്കെ എതിരായിട്ട്, അതായത് ഇവരെന്ന് പറയുന്നത് നല്ലപോലെ തിരുവിതാംകൂറിനെ ഈ ഒരു പൗരപ്രമുഖന്മാർ ചൂഷണം ചെയ്യായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം അവർക്കെതിരെ എന്താണ് ദളവ എന്ത് ചെയ്യാണ്, നമ്മുടെ വേലുത്തമ്പി ദളവയും ചിറക്കൽ കീഴ് ചെമ്പകരാമൻ പിള്ളയും കൂടിയിട്ട് ലഹള ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലഹള മീൻസ് ഒരു സമരം എന്ന രീതിയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ നാട്ടുകൂട്ടം ഇളക്കം എന്നാണ് പറയുന്നത്. 1799 ഈ ഒരു നാട്ടുകൂട്ടം ഇളക്കം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചിറയൻ കീഴ് ചെമ്പകരാമൻ പിള്ളയും അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയും ചേർന്നിട്ടാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു വേലുത്തമ്പി ദളവയുടെ ഒറിജിനൽ പേരുമായിട്ട് വളരെ സാമ്യമുള്ളൊരു പേരാണല്ലേ, ചിറയൻ കീഴ് ചെമ്പകരാമൻ പിള്ള. വേലുത്തമ്പിയുടെ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. മറ്റേ നാട്ടുകൂട്ടം ഇളക്കത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ പേര് ചിറക്കൻ കീഴ് ചെമ്പകരാമൻ പിള്ള. അപ്പോൾ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഈ ഒരു നാട്ടുകൂട്ടം ഇളക്കം വഴി എന്താണ്, നഞ്ചിനാട് മുതൽ തിരുവനന്തപുരം വരെ പ്രക്ഷോഭം നടത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ റിസൾട്ടായിട്ട് വേലുത്തമ്പി ദളവയെ മുളകുമടി ശീലക്കാരനാക്കുകയാണ്. മുളകുമടി ശീലക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനമന്ത്രിയാക്കുകയാണ്. അടുത്തത് ചെമ്പകരാമൻ പിള്ളയെ സർവാധികാര്യക്കാരാക്കുകയാണ് ചെയ്യുന്നത്. ശേഷം 1802 ഇദ്ദേഹം മെക്കാളയുടെ നിർദ്ദേശപ്രകാരം ദിവാനായിട്ട് മാറുന്നത്. അതിനുശേഷം 1904 നായർ പട്ടാള ലഹളയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു നമ്മുടെ വേലുത്തമ്പി ദളവ എന്താണ്, നായർ പട്ടാളത്തിൻ്റെ ആനുകൂല്യം കുറച്ചതിനെ പ്രതിഷേധിച്ചിട്ടാണ് ഈ ഒരു ലഹള നടക്കുന്നത്. ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് കൃഷ്ണപിള്ളയാണ്. അപ്പം കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു നായർ പട്ടാള ലഹള 1804 നടക്കുന്നത്. പിന്നീട് നമ്മൾ 1805 കാര്യമാണ് പഠിക്കുന്നത്. 1805 സൈനിക സഹായ വ്യവസ്ഥ പുതുക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി എന്താണ്, തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ ഒരു ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മുടെ വേലുത്തമ്പി ദളവ ശത്രുത ഉണ്ടാവാൻ കാരണമെന്ന് നോക്കുകയാണെങ്കിൽ, ഈ കപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് മെക്കാളെ നിർബന്ധിക്കുകയാണ്. ഈ കപ്പ് എന്ന് പറയുന്ന ഒരു നല്ലൊരു എമൗണ്ട് തന്നെയുണ്ട്. അപ്പം ഈ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, വേറെ കാര്യങ്ങളൊന്നും ദളവേൻ്റെ അടുത്തില്ല. അപ്പം എന്താണ്, ഈ മെക്കാളെന്ന് പറയുന്നത് ഈ ഒരു തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്ഥിതി, ആ ഒരു സമയത്തുള്ള അവസ്ഥയൊന്നും നോക്കിയിട്ടല്ല കപ്പം ഈ ഒരു വലിയ ഭാരിച്ചൊരു എമൗണ്ട് ഏൽപ്പിക്കുന്നത്. അതുകൂടാതെ പിന്നീട് മാത്തൂ തരകനെതിരായിട്ട് ദളവയുടെ തീരുമാനത്തിന് എന്താണ്, ആ ഒരു തീരുമാനം നമ്മുടെ മെക്കാളെ റദ്ദാക്കുകയും ചെയ്യാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരോട് എന്താണ് ശത്രുത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പാലിയത്തച്ഛൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമുഖനെയാണ് പാലിയത്തച്ഛൻ. അപ്പം ഈ പാലിയത്തച്ഛനും എന്താണ്, ബ്രിട്ടീഷുകാരോട് വിരോധമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാലിയത്തച്ഛനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള കുട്ടിക്കൃഷ്ണ മേനോൻ എന്താണ്, മെക്കാളെ അഭയം നൽകുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരോട് എന്താണ്, പാലിയത്തച്ഛനും എതിർപ്പാണ്. അപ്പം നമ്മൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ പാലിയത്തച്ഛനും അതുപോലെ തന്നെ നമ്മുടെ വേലുത്തമ്പി ദളവയും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 600ഓളം സൈന്യത്തെ കൂട്ടിയിട്ട് എന്താണ്, 1802 ഡിസംബർ 18 ബോൾക്കാട്ടി പാലസിൽ അതായത് മെക്കാളയുടെ വസതിയിൽ ആക്രമിക്കുന്നു. പക്ഷേ മെക്കാളെ രക്ഷപ്പെടുന്നുണ്ട്. ശേഷം 1809 ജാനുവരി 11 മലയാള മാസം പറയുകയാണെങ്കിൽ 984 മകരം 1 എന്താണ്, കുണ്ടറ വിളംബരം നടത്തുകയാണ് ചെയ്യുന്നത്. കൊല്ലം ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു വിളംബരം നടത്തുന്നത്. ഇത് പ്രകാരം എന്താണ്, ബ്രിട്ടീഷുകാരെ നേരിടാൻ സജ്ജമാവാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു വിളംബരത്തിലെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ സാധാരണക്കാരുടെ സാമ്പത്തിക ദുരിതമൊക്കെയാണ് ഊന്നി പറയുന്നത്. അതുപോലെ തന്നെ വിദേശാധിപത്യത്തിനെതിരായിട്ടുള്ള കർഷക കലാപത്തിൻ്റെ സവിശേഷതയൊക്കെ നമുക്ക് ഈ ഒരു വിളംബരത്തിൽ കാണാൻ പറ്റും. ഇനി 1809 ജാനുവരി 19 വരികയാണെങ്കിൽ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും 3000 പേരുടെ ഒരു സൈന്യം അടങ്ങിയിട്ട് എന്താണ്, യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. പക്ഷെ അതിലെന്താണ്, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് വേലുത്തമ്പി ദളവ.
അങ്ങനെ വേലുത്തമ്പി ദളവ അവസാനം ബ്രിട്ടീഷുകാർ പിടിക്കുന്നതായ അപ്പം മണ്ണടി ക്ഷേത്രത്തിൽ, അതായത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്മാരകം മണ്ണടിയിലാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കുന്നത് തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. പാലിയത്തച്ഛൻ എന്ത് ചെയ്യും, മദ്രാസിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. പുതിയ ദളവയായിട്ട് നമ്മുടെ ഉമ്മിണിത്തമ്പി വരികയാണ് 1809 മാർച്ച് 18-ന്. ഈ ഒരു വേലുത്തമ്പി ദളവയെ വധിക്കാൻ വേണ്ടി ഉത്തരവിട്ട ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് കേണൽ ലിഗർ ആണ്. ഇനി കുണ്ട്ര വിളംബരാനന്തരം എന്താണ് നടന്ന യുദ്ധം നമ്മളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അതാണ് കൊല്ലം യുദ്ധം. 1809 ജാനുവരി 15-ന് നടന്ന കൊല്ലം യുദ്ധം കുണ്ട്ര വിളംബരാനന്തരം നടന്ന യുദ്ധമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വേലുത്തമ്പിയുടെ അനുജനായിട്ടുള്ള പത്മനാഭൻ തമ്പിയെ കൊല്ലത്ത് വെച്ച് വധിക്കുകയും അവരുടെ വീട് ഇടിച്ച് നിരത്തുകയും ബന്ധുക്കളെ എന്താണ് മാലിദ്വീപിലേക്ക് നാട് കടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വേലുത്തമ്പി ദളവയുടെ ഭരണ പരിഷ്കാരങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം ഭരണത്തിലെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ പുതിയ നയങ്ങളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് എന്ന് പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇദ്ദേഹം തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ കൊല്ലത്തെത്താണ് ഹാജൂർ കച്ചേരി സ്ഥാപിക്കുന്നുണ്ട്. ഹാജൂർ കച്ചേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് 1806-ലാണ് അത് സ്ഥാപിക്കുന്നത്. പിന്നെ ചങ്ങനാശ്ശേരി, ആലങ്ങാട്, പറവൂർ എന്നിവിടങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിക്കുന്നുണ്ട്. പാതിരാമണൽ ദ്വീപ് എന്താണ് ഇദ്ദേഹം കൃഷിയോഗ്യമാക്കുന്നുണ്ട്. പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. തിരുവിതാംകൂറിൽ പുതിയൊരു ഭൂസർവേ നടപ്പിലാക്കിയ ശേഷമാണ് ഈ ഒരു നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ഗതാഗതം, പട്ടണം എന്നിവ മെച്ചപ്പെടുത്തുന്നുണ്ട്. അഴിമതിക്കാരെ എന്താണ് പിരിച്ചുവിടുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സെക്രട്ടേറിയറ്റിലെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് എവിടെയായിരുന്നു സ്ഥാപിച്ചത്, അതായത് ഹാജൂർ കച്ചേരി കൊല്ലത്തായിരുന്നു. അത് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് സ്വാതി തിരുനാളാണ്. 1836 കാലയളവിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതത് ടി മാധവറാവു ആയിരുന്നു. ആ സമയത്ത് ദിവാനാണ്. 1896-ലാണ് മന്ദിരം പണിയുന്നത്. മന്ദിരത്തിന് ഉള്ളിൽ ദളവയുടെ ചിത്രവും മന്ദിരത്തിന് പുറത്ത് മാധവറാവുയുടെ ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ശില്പി എന്ന് പറയുന്നത് വില്യം ബർട്ടറാണ്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫാക്റ്റുകളാണ് പഠിക്കുന്നത്. വേലുത്തമ്പിയുടെ പേരിൽ ധനുവാച്ചപുരം കോളേജ് ഉള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി ദളവയുടെ വാള് സൂക്ഷിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ്. അത് തിരുവനന്തപുരത്താണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. പിന്നെ ഈ ഒരു വേലുത്തമ്പി ദളവയുടെ നയം പഠിക്കുന്നുണ്ട്. അത് ചോരയ്ക്ക് ചോര എന്നാണ്. പിന്നീട് ഈ ഒരു വേലുത്തമ്പി ദളവ എന്താണ് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരോട് സഹായം ചോദിക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഉടവാള് വേലുത്തമ്പി ദളവ ഏൽപ്പിക്കുന്നത് കോഴിത്തമ്പുരാനെയാണ്. അടുത്തത് നമ്മൾ ഉമ്മിണിത്തമ്പിയെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ പ്രാകൃത രൂപമായ കാവൽ ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. ജില്ലാ ജയിൽ സ്ഥാപിച്ചു. പിന്നെ എന്താണ് ബാലരാമപുരത്ത് നെയ്ത്തുപട്ടണം സ്ഥാപിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ തുറമുഖമാക്കി മാറ്റുന്നുണ്ട്. ഇൻസാഫ് കോടതി സ്ഥാപിക്കുന്നുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസാഫ് കോടതി. ഇത്രയാണ് നമ്മൾ ഉമ്മിണിത്തമ്പിയെ പഠിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ടോട്ടലായിട്ട് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കുന്നത്.